അപ്പോൾ നമ്മൾ കങ്കോണിലാണുള്ളത്. ഇവിടെ നമ്മൾ രാവിലെ യാത്ര തിരിക്കുകയാണ്. ഇതൊരു കോഴിക്കടയാണ് കേട്ടോ. ഇവിടെ ഒരാളെ കുളിപ്പിച്ചിരിക്കുന്നുണ്ട. ചുന്ദരനല്ലേ? ചുന്ദരനാണോ ചുന്ദരിയാണോ? ചുന്ദരനാണല്ലോ. എന്നെ എടുക്കുക. അവനൊരു ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ രാവിലെ. ഇതല്ലേ ഒരു മന്നെ അതേ കാണാൻ പറ്റുന്നു. സുന്ദരക്കുട്ടനാണ്, ഭയങ്കര തരികിടയാണ് അവൻ. അപ്പോൾ ഇന്നലെ നമ്മൾ വന്നപ്പം ഈ ബൈക്ക് പോയിന്റിൽ വന്ന് ചോദിച്ചപ്പോഴത്തേനും അവരിവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊക്കെ അവസരം തന്നു. ഇവിടുത്തെ ബായിയാണ് കേട്ടോ. അടുത്ത ആൾ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ പുറപ്പെടാനുള്ള സമയമാണ്. ഇതർ ബൈക്ക് റെൻ്റൽ തേത്താണ്. അപ്പോൾ ഇവരുടെ ഗ്യാരേജിൽ ബൈക്ക് റെൻ്റലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഹൈവേയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ബൈക്ക് റെൻ്റൽ എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അവരുടെ ഷോപ്പ്, ബൈക്ക് പോയിൻ്റ്. റിപ്പയറിങ്ങും ഉണ്ട്. നമ്മൾ പാലോലം ബീച്ചിന് അടുത്താണ്. ഇവിടെ നിന്നൊരു 3.5 കിലോമീറ്ററേ ഉള്ളൂ പാലോലം ബീച്ചിൽ. പിന്നെ ഞാനിവിടെ റെസ്റ്റ് ചെയ്തത് ഈ ഫാസ്റ്റ് ഫുഡ് നമസ്കാർ ഫാസ്റ്റ് ഫുഡ് ഹബ്ബിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്തത്. ഇവർ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇവിടെ നമ്മൾ വൈകിട്ട് ചാർജ് ചെയ്തത് ഇവിടെയാണ്. ഇവർ ഇനിയിപ്പോൾ 10 മണിക്കേ തുറക്കത്തുള്ളൂ. രാവിലെ അടച്ചിട്ട് പോയതാണ്. നൈറ്റ് കടയാണ്, ഫുൾ ടൈം ഉണ്ട് കേട്ടോ. അപ്പോഴത്തേ മറക്കണ്ട, ഇത് കൺകോണയിൽ വന്നു കഴിഞ്ഞാൽ ഹൈവേയിൽ തന്നെ, കൺകോണ ടൗണിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ഹൈവേയിലാണ് ഈ സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയത് ഈ ബൈക്ക് പോയിൻറ്റിൻ്റെ ഇവർക്ക് ഇവിടെ ഒരു ഹെൽമെറ്റിൻ്റെ എല്ലാ ഷോപ്പുണ്ട്. അവിടെയാണ് കിടന്നുറങ്ങിയത്. കുഞ്ഞിയൊക്കെ ഉറക്കം എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഉറക്കം തെളിഞ്ഞ് അവൾ ഒരു ഒച്ചയും ബഹളമൊക്കെ വെച്ചിട്ടിരിക്കുന്നു. ഇറക്കാം. ഇച്ചിരി മുമ്പോട്ട് പോയിട്ട് കുഞ്ഞിനെ ഒന്ന് ഇറക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. സൈക്കിൾ എങ്ങനെ മറിക്കാന്നുള്ളതിന് ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടിരിക്കുക ഒരുത്തി. എടി ചേടി ഉണ്ടോ അവിടെ ഇരുന്നു. അപ്പോൾ ശരി, ഞങ്ങൾ രാവിലത്തെ യാത്രയാണ് തുടങ്ങിയേക്കാം. അപ്പോൾ ഈ വഴി പോയി റൈറ്റ് പിടിച്ചാൽ പാലോലം ബീച്ചിലേക്ക് എത്താം. റൂട്ടൊക്കെ കാണിക്കുന്ന ചുറ്റിക്കറങ്ങി പോകുന്നതാണ്. പക്ഷേ നമ്മൾ ഷോർട്ട് കട്ട് പിടിക്കുകയാണ്, ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചേക്കാന്ന് വെച്ച് ഒരു ചായയും ഒരു പപ്സും ഇവിടുന്ന് കഴിച്ചേക്കാന്ന് വെച്ച് ഒരു ചെറിയ കട, നല്ല വൃത്തിയുണ്ട്, അതുകൊണ്ട് കയറിയതാണ്. പക്ഷേ ക്യാബേജ് കൊണ്ടുവന്ന് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, അതേ ഉള്ളൂ. അപ്പം ശരി, ചായയായിട്ട് ആൾ നിൽക്കുന്നു. കുഞ്ഞ് തണ്ട അവിടെ ഇരിപ്പുണ്ട്, അവൾക്കിനി വല്ലതും കൊടുക്കണം. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരു 200 മീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലോട്ടെത്തും. അപ്പം ശരി, അങ്ങോട്ട് പോവാം. ചായ കുടിക്കട്ടെ.
അപ്പത്തെ കുഞ്ഞി നിന്നെ ഇവിടെയെങ്ങ് വെച്ചിട്ട് ഞാൻ നിന്നെ വെളിയിലോട്ടങ്ങ് കൊണ്ടുപോകാം കേട്ടോ. അപ്പത്തെ നമ്മൾ ബീച്ചിലോട്ടങ്ങ് കയറുകയാണ്. അങ്ങ് മൂലയ്ക്ക് കൊണ്ടുപോയി വെച്ചേക്കാം. അപ്പോൾ പിന്നെ ആരുടെ ശല്യമില്ല. ഓ സൈഡുമാരൊക്കെ अच्छा अच्छा ओके आखिर में रखे കുഞ്ഞിപ്പണ പിന്നെ ഇറക്കാം കേട്ടോ. ഞാൻ ഈ ലാസ്റ്റിൽ കൊണ്ടുപോയി നോക്കാം. പിന്നെ കുഴപ്പമില്ല, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഈ ലാസ്റ്റിൽ. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പം സെറ്റല്ലേ? ഈ സെറ്റല്ലേ? അപ്പോഴത്തെ ഈ പാലോളത്തെ ഈ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്ന് വണ്ടി സൈക്കിൾ വെച്ച്, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെച്ചോളാൻ പറയും. കാരണം ആർക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ കുഞ്ഞിനെ ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ കുഞ്ഞിനെ താഴോട്ട് കൊണ്ടുപോകണം. അവളെ ജസ്റ്റ് ഒന്ന് നടത്തിയിട്ട് കൊണ്ടുവരാമെന്ന് വെച്ച്. അപ്പോൾ ഇറക്കാമെന്ന് അവൾ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അവളെ രാവിലെ ഇറക്കാത്തതിൻ്റെ ഒരു മടിയാണ്. പാൻ യൂസ് ബാത്റൂമൊക്കെ ഉണ്ട്. ഇതാണ് ടൂറിസ്റ്റ് ഏരിയയുടെ പ്രത്യേകത. നമ്മുടെ നാട്ടിലാണ് ഇത് പൂട്ടിക്കിടക്കും. ഇവിടെ ഇത് രാവിലെ തന്നെ തുറക്കും. നമ്മുടെ എവിടെയാണ് ഏതെങ്കിലും ഒരു എഴുന്നേക്കാൻ വയ്യാത്തൊരു അമ്മച്ചീനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വൃത്തികെട്ട രീതിയിൽ അത് സ്ഥാപിച്ചിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നല്ല മനോഹരമായ ടോയ്ലറ്റ്. കാരണം ഒരുപാട് ഫോറിനേഴ്സ് വരുന്നത് ഏരിയ. നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്പർ 1 ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ ശരി, പാലോലം ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോഴത്തെ ഞങ്ങൾ ബീച്ചിലോട്ടൊന്ന് പോവുകയാണ്. പക്ഷേ ഇവിടെ വീരശൂര പരാക്രമികൾ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ വീരശൂര പരാക്രമികളൊക്കെ ഉണ്ട്. മടുത്ത് ഇതുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലൂടെ വേണം സാഹസികമായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ. കണ്ടോ നിൽക്കുന്നുണ്ടോ? ഒരുത്തിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നത്. ഇതുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരാണ്. അവരുടെ ഇടയിലൂടെ വേണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ. അല്ല എല്ലാം കൂടി ഇപ്പോൾ ഒച്ച വെക്കും. അപ്പോൾ അവളെ എടുത്ത് വെക്കാം. അപ്പോഴത്തെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണ്. കുഞ്ഞി എൻ്റെ കയ്യിലുണ്ട്. അയ്യടി നേരെ ആയിക്കേ. രാവിലെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, തിരക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പോയിട്ട് വരാം. കുഞ്ഞി ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയടി. അതെ സാർ, ഇങ്ങോട്ട് നോക്കടി, ക്യാമറയെ നോക്കടി. ഞങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് ബീച്ച് സൈഡ്. ഇത് കണ്ടപ്പോഴേ കുഞ്ഞിക്ക് ഓടാൻ തോന്നും. ഇത് കണ്ടോ കിടക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇഷ്ടം പോലെ ആൾക്കാർ ഇത് കണ്ട എൻ്റെ പുറകെ കിടക്കുന്നതാണ്. അപ്പോൾ ഓടാ, അടിക്കുള്ള പണി തരുമോ ഞാൻ? എൻ്റെ ചുമ്പങ്ങ അവൾ കടിച്ചോണ്ട് പോവും. ഏക്കാട്ടേക്ക देखा ढीला हो गया ना, टेल देखो हाँ वही है. അപ്പം ബീച്ച് തൊട്ടടുത്താണ്. ഇത് കണ്ടോ, 2 ക്ലിപ്പിൻ്റെ ഇടയിലാണ് ഈ ബീച്ച്. നടക്കാം. അപ്പോൾ 2 ക്ലിപ്പാണ്. ഇതുകൊണ്ട് അതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. ഇതൊരു ചെറിയ ഐലൻഡ് പോലത്തെ പ്രദേശമാണ് ആ കാണുന്നത്. അപ്പോൾ ഗോവൻ ബീച്ചിലൂടെ ഒരു യാത്ര, അത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോഴത്തെ പാലോലം ബീച്ചിൻ്റെ ബോർഡ് നമുക്ക് കാണാം. അപ്പോൾ ബീച്ചിൽ കൂടി അങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നടന്നിട്ട് വരാം. വാ പതിയപ്പോ. നിൻ്റെ ഓട്ടം കാരണമല്ലേ ഈ ചുമക്കുന്ന കിടന്ന്? അതൊക്കെ ഓട്ടം. അതൊക്കെ കടലിലിറങ്ങാൻ കഴിയില്ല, അതിൻ്റെ ഓട്ടമാണ്. എനിക്കൊന്ന് കടലിലിറങ്ങുവാൻ വേണം. കാരണം ഷൂ ഇട്ട് കാല് മുഴുവൻ കുളമായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊന്ന് കടലിലിറങ്ങണം. അപ്പോഴത്തേ വാ 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 പോര് 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 വാ 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 വാ. ഓ നിൽക്കടി ഇവിടെ. ഈ ഗോവയിലെ ബീച്ചിലിറങ്ങി അങ്ങനെ കുഞ്ഞിയും ഞാനും ഗോവൻ ബീച്ചിലിറങ്ങിയിട്ടുണ്ട്. ഫുള്ള് നനഞ്ഞ് കയറാനുള്ള പരിപാടിയാണ്. ഇതുണ്ടോ, ഇപ്പോൾ അവൾക്ക് ഓക്കെ ആയി. ആദ്യം തിര വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അവിടെ നിൽക്കടി. നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്, നല്ല സുഖമുണ്ട്. ഒന്ന് ഇറങ്ങി കുളിക്കണമെന്നുണ്ട്. ഇവിടെ വേണ്ട,
സേഫായിട്ടുള്ള മറ്റൊരു ബീച്ചിൽ പോയിട്ട് കുളിക്കാം. ഇവിടെ ആൾക്കാരൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കവിടെ. അതാണ് ഇത് കൺകൺ ബീച്ച്. കണ്ടോ, സുഖമായിട്ട് കുളിച്ച് നിൽക്കുകയാണ് പെണ്ണ്. നമുക്ക് ഇവളേ ഉള്ളൂ കുളിപ്പിക്കാൻ. പിന്നെ എൻ്റെ കാലിൽ 2 മുറിവുള്ളതുകൊണ്ട് അതൊന്ന് മാറിക്കിട്ടണം, അതിനുവേണ്ടിയാണ്. അപ്പോഴത്തെ ബീച്ചിലെ കാഴ്ചകളാണിത്. അപ്പോഴത്തെ നമ്മൾ പാലോലം ബീച്ചിലാണ്. കുഞ്ഞി ഇവിടെ ഉണ്ട് കേട്ടോ, കുഞ്ഞി നിൽക്കുന്നു. അപ്പോൾ വെള്ളത്തിലിറങ്ങാനുള്ള മടി കൊണ്ട് അവളിങ്ങനെ നിൽക്കുകയാണ്. പാലോലം ബീച്ചിൻ്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കൂട്ടിൽ കയറ്റി, കാരണം നായ്ക്കളുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ അതേ മീൻപിടുത്തം കഴിഞ്ഞ് വരുന്ന വള്ളങ്ങൾ കാണാം. ഇത് കണ്ട് 2 സൈഡിലും തണ്ട് വെച്ച് കെട്ടിയിട്ടാണ് ഇവിടുത്തെ വള്ളങ്ങൾ വരുന്നത്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ വള്ളത്തെ കഴിഞ്ഞ് വെച്ചാൽ താന്ന് ആ തണ്ടിരിക്കും. അതുകൊണ്ട് വള്ളം കരയിലോട്ട് വന്ന് കയറുമ്പം ഒരു ഹാമറിങ് കുറവായിരിക്കും. ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിന് പെട്ടെന്നുള്ള ആഴമല്ല, നമ്മുടെ ഇവിടുത്തെ പോലെ വളരെ ഫ്ലാറ്റായിട്ട് കുറേ ദൂരം അകത്തേക്ക് ഇറങ്ങിപ്പോകാവുന്ന ബീച്ചാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ പാലോലം ബീച്ചിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ കുറവാണ്, കാരണം ഓഫ് സീസണാണ്. അതുപോലെ തന്നെ അത് ഇപ്പോൾ കാണാൻ പറ്റും, വള്ളം വന്നിട്ടുണ്ട്, നിറയെ അയലയാണ്. അപ്പോൾ അവർ വള്ളം മുകളിലോട്ട് കയറ്റുന്നത് നമ്മൾ പല ബീച്ചുകളിലും കണ്ടിട്ടുണ്ട്. കേരളത്തിലെയും കർണാടകയിലെയും പല ബീച്ചുകളിലും നമ്മൾ കണ്ടാണ് വള്ളം കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സൈഡിൽ ഒരു തണ്ട് വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇങ്ങനത്തെ വള്ളം ആദ്യമായിട്ട് കാണുകയാണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയെങ്കിലും ഇതുപോലത്തെ ഒരു രീതിയിലുള്ള ഒരു വള്ളം കെട്ടിവെച്ചിരിക്കുന്ന ഫൈബറിൽ ഇതുപോലെ കെട്ടിവെച്ചിരിക്കുന്ന ആദ്യം കാണുകയാണ്. അപ്പോൾ അവർ തടിയിട്ട് ഇങ്ങോട്ട് തള്ളിക്കയറ്റാനുള്ള പ്ലാനിങ്ങാണ്. വള്ളം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്, കേരള, തമിഴ്നാട്, ആന്ധ്ര കടൽ തീരമെല്ലാം കണ്ടതിന് ശേഷം അറബിക്കടലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ മാൽപ്പേ ബീച്ചെല്ലാം പോയതാണ്. അതിനുശേഷം ഇതാ ഇപ്പോൾ നമ്മൾ ഗോവയുടെ ആദ്യ ബീച്ച് പാലോലം ബീച്ചിലെത്തിയിരിക്കുന്നു. ഇവിടെ തടിയിട്ടാണ് കയറ്റുന്നത്. അവിടെയൊക്കെ റബ്ബർ നമ്മുടെ റബ്ബർ ടയറിൻ്റെ റബ്ബർ കയറ്റിയിട്ടാണ് ഇങ്ങനെ വള്ളം കയറ്റുന്നത്. ഇവിടെ തടിയിട്ടാണ് കയറ്റുന്നത്. ഈ വീരശൂര പരാക്രമിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു. ഇതും കാരണമാണ് കുഞ്ഞിനെ വെളിയിലിറക്കാൻ പറ്റാത്തത്. കുഞ്ഞിയുടെ പുറകെ നടക്കുക. വള്ളം തിരിഞ്ഞു പോയി. ഇതാണ് തിരയുടെ പ്രഹരം. ആ തിര ഇങ്ങനെ അറ്റം വരെ കയറി വന്നു കേട്ടോ. തിര അനുകൂലമല്ലെങ്കിൽ വള്ളം കയറ്റാൻ ഭയങ്കര പാടായിരിക്കും. രാജേഷ് ബ്രോയാണ് ഇന്ന് വള്ളം കയറ്റി കൊടുക്കുന്നത്. ഓക്കോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇവിടെ കടലിനോട് ചേർത്താണ് വലയിട്ടിരിക്കുന്നത്. അവിടെയെല്ലാം വലയിടുന്നുണ്ട്. കണ്ണിയേലയാണ്, കണ്ണിയേല, മങ്കട എന്നൊക്കെ പറയും. അതിവിടെ തന്നെ ഇപ്പം ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അതോടെ പരിപാടി ഉള്ളൂ. വഴിക്ക് ഒരു കിടാവ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇതുണ്ടോ? ഇവിടെ അമ്മ അങ്ങോട്ട് പോയി. അമ്മ അന്ന് വന്ന് പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മ വരുന്നുണ്ടോയെന്നും എനിക്കറിയില്ല, കണ്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരമായിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോഴത്തെ ഗ്രാമത്തിനുള്ളിലൂടെയാണ് എൻ്റെ യാത്ര. ഈ മലയുടെ അങ്ങേ സൈഡിലാണ് കടലുള്ളത്. തേണ്ട ആ തീരുന്ന ക്ലിഫിൽ
അവിടെയാണ് കടൽ ഭാഗം. നമ്മളിങ്ങനെ കറങ്ങിയാണ് വന്നത്. ഇതൊരു പാടശേഖരമാണ്, ഇപ്പോൾ കൃഷിയില്ലാതെ കിടക്കുന്ന ഒരു പാടശേഖരമാണ്. ഈ മലയാണ് നമ്മൾ മൊത്തം കയറി വന്നത്. ആ സൈഡിലത്തെ മലയാണ് നമ്മൾ കയറി വന്നത്. ഈ സൈഡിൽ കൂടിയാണ് NH66 പോകുന്നത്. അപ്പോൾ ആ ഘാട്ടാണ് ഫുള്ളായിട്ട് ഇന്നലെ നമ്മൾ കയറി ഇറങ്ങിയത്, ആ ഘാട്ട് സൈഡ്. ഇനി ആ ഘാട്ട് സൈഡിൻ്റെ ഈ സൈഡിൽ കൂടിയാണ്, മലയടിവാരത്തൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഘാട്ടുണ്ട്, കയറി ഇറങ്ങിയാലേ ഉള്ളൂ അടുത്ത ബീച്ചിലോട്ട് ചെല്ലത്തുള്ളൂ. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഈ ചെറിയ ഇടവഴികളിലൂടെ, ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ശരി, കാണാം. ലഘുഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഒന്നിരുന്നതാണ്. 2 കപ്പ് കേക്ക് ഉണ്ട്. ഇന്നലെ ഡൽഹിയിൽ നിന്ന് കണ്ട 2 പേര് നമുക്ക് തന്നതാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ട്രാവലേഴ്സായിരുന്നു അവർ, ഒരു ഹസ്ബൻഡും വൈഫും. അപ്പോൾ അവർ നമുക്ക് ഒരു പാക്കറ്റ് കപ്പ് കേക്ക് തന്നായിരുന്നു. അത് ഒരു 4 എണ്ണം. പറഞ്ഞു തരുന്നില്ല, അവരാണ് ഒരേപ്പോൾ ഉണ്ടല്ലോ, അല്ല. അപ്പോൾ ആ കപ്പ് കേക്ക് തന്നുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഈ റൂട്ടിലാണ്, ഈ കാടിനുള്ളിലാണ് നമ്മൾ. അവിടുന്ന് ഗ്രാമങ്ങൾ തീർന്ന് പിന്നെ ഫുള്ള് കാടാണ്, മനോഹരമായ കാടാണ്. അപ്പോൾ കാടിനുള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കയറ്റമൊക്കെ തള്ളിക്കയറ്റി വന്നതുകൊണ്ട് ഒരു ചെറിയ ക്ഷീണം. പോരാത്തതിന് നമ്മൾ നമ്മുടെ ട്രക്കിങ്ങിന് പോയപ്പം ഷൂ ഇട്ട് പോയതുകൊണ്ട് കാലെല്ലാം കുറച്ച് മുറിവ് പറ്റി. ഈ സൈഡെല്ലാം മുറിഞ്ഞിരിക്കുകയാണ്. കണ്ട ഉള്ളിലെല്ലാം മുറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ മുറിവുകളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പോയ വഴികളിൽ ഈ വെള്ളത്തിൻ്റെ ചാലുകളുണ്ട്, അതിൻ്റെ അകത്തൂടി ഇറങ്ങി കയറി വേണം പോകാൻ. അപ്പോൾ ഈ കല്ല് ചവിട്ടി പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഷൂവിൻ്റെ അകത്ത് മണൽ കയറി. ആ മണൽ അതിൻ്റെ അകത്ത് കിടന്ന് ഉരഞ്ഞ് പിന്നെ ഫാസ്റ്റായിട്ടല്ലേ പോകുന്നത്. അന്നേരം ഇതൊന്നും ശ്രദ്ധിക്കുകയല്ലോ, മണൽ ഉരഞ്ഞ് തൊലി പോയി മൊത്തം. അങ്ങനെ ഈ ഇടത്തെ കാല് ഇച്ചിരി നീരുണ്ട്. ഇത് കണ്ടോ, ഇച്ചിരി നീരുണ്ട്. നീര് കുറഞ്ഞതാണ് കേട്ടോ, നീര് കുറഞ്ഞതാണ്. ഇന്നലെയൊക്കെ നല്ല നീരായിരുന്നു. അപ്പോൾ നീര് കുറഞ്ഞപ്പോഴത്തേന് ആ തൊലിയെല്ലാം പൊളിഞ്ഞ് ഈ കാലിലും ഉണ്ട്. കാരണം ആ ഷൂവിൻ്റെ സൈഡ് ഉരയുന്നതാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ചപ്പലാക്കി. ഇന്നത്തെ യാത്ര മുഴുവൻ ചപ്പലിലാണ്. കാരണം മറ്റൊന്നുമല്ല, കടൽ തീരത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഷൂ ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയല്ല. അപ്പോൾ ഷൂ ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ചപ്പലാക്കി. ഇപ്പോൾ പാലോലം ബീച്ചിൽ നിന്ന് നമ്മൾ ചപ്പൽ ഇട്ട് ഇങ്ങ് പോന്ന്. ഇച്ചിരി സോഫ്റ്റ് ചപ്പൽ വാങ്ങിക്കേണ്ടതായിരുന്നു. നമ്മൾ റഫ് യൂസ് എന്നുള്ള രീതിയിൽ ചപ്പലെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ അത് സോഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി സുഖമായിരുന്നു യാത്ര ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ യാത്ര തുടരുന്നു. കുഞ്ഞിതേ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങാൻ കിടന്നെന്ന് തോന്നാ. ഉറങ്ങിയവിടെ പാവം നല്ല ഉറക്കത്തിലാണ്. വീഡിയോ എടുക്കണമെന്ന് കേട്ടാൽ അവൾ കണ്ണ് തുറക്കും. നല്ലൊരു തണൽ കിട്ടിയതുകൊണ്ട് നിന്നാണ്. നല്ല ചൂടാണ് കേട്ടോ. പിന്നെ ഇതൊരു കാടാണ്, കാടും പ്രദേശമാണ്. ഇതുണ്ടോ, കാല് കുത്തി നേരെ മണ്ണിലോട്ട് കുത്താൻ പറ്റുന്നില്ല. ഒരു കാടാണ്, കാടിൻ്റെ സൈഡിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഗ്രാമങ്ങളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാടൊന്നും നമുക്കൊരു വിഷയമല്ല. ഇവിടെ ഒന്നും മൃഗങ്ങളുള്ള കാടില്ല. വല്ല പാമ്പ് മാത്രമേ കാണത്തുള്ളൂ. അത് സാരമില്ല, പാമ്പ് കുത്തി കായല്ലേ, അതിലും വലിയ വിഷമല്ലേ ഞാൻ. അപ്പോഴത്തേ എത്ര മനോഹരമായ കാനന ഭംഗി. മനോഹരമെന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരമാണ്. ഗോവയുടെ ഏത് സൈഡിലോട്ട് പോയാലും കാട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കടപ്പുറത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇങ്ങ് വന്നപ്പോഴേ ഫുള്ള് കാണാം. ആ നാച്ചുറൽ ബ്യൂട്ടിക്ക് വേണ്ടിയാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ സീഷോർ സൈഡിലും റിസോർട്ടുണ്ട്, കാടിനുള്ളിലും റിസോർട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ചുമ്മാ അല്ല ഗോവയായത്. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴല്ലേ ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഗോവ മൊത്തം ഒരു സൈഡ് മുഴുവൻ കടലിങ്ങനെ കിടക്കുകയാണ്, ബാക്കി മുഴുവൻ ചെറിയൊരു സ്ഥലം, കൃഷി സ്ഥലമൊക്കെ ആയിരിക്കും. പക്ഷേ ഗോവയിൽ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ പാടാണ്. കയറ്റം തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. കാരണം ഞാനൊരു ഗുളികയൊക്കെ കഴിച്ച്, ഒരു ഡോളൊക്കെ കഴിച്ച്, അതൊക്കെയാലും വല്ല ഇൻഫെക്ഷനോ വല്ലതും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഇനിയിപ്പം
അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്നിട്ട് ഒരു ടി ടി എടുക്കണം. അപ്പം അങ്ങനെ ഗോവൻ യാത്ര വളരെ മുഷ്കിൽ ഹേ, बहुत मुश्किल का यात्रा है गोवा में. गोवा का चोरला घाट से हमारा गाड़ी का टायर पंचर हो गया, फिर वो बदल करने के लिए गया, फिर भी टायर पंचर हो गया दूसरा घाट पे, उधर ही सो गया रात में वो जंगल का अंदर. फिर दूसरा जगह पे मुश्किल क्या है, रहने का मुश्किल था, वो भी ये जंगल का अंदर सो गया. अभी ऐसा जा रहा है. फिर ट्रैकिंग के लिए गया, पैर पूरा ख़राब हो गया, वो भी मुश्किल का बात है. ये मुश्किल पूरा दूर करने पार करके हम हमारा यात्रा करती रहती है. ऐसा होगा. ना इसमें क्या है, उधर हवा है जानवर है, मंगी होगा है. बस एक ही पेड़ गिर रहे. ये क्या है, कोई भूत प्रेत आया है? हाँ नहीं है, मंगी है. बंदर का बच्चा भाग रहे. ओके, शुक्रिया, बहुत बहुत शुक्रिया.